അസ്സലാമു അലൈക്കും. തഫ്സീർ വായന ഭാഗം 33. പരസഹായം കൂടാതെ ഒരു മലയാളി മലയാളത്തിൽ വിരചിതമായ ഇംഗ്ലീഷ് ഭാഷാ സഹായികളെ മാത്രം ആസ്പദമാക്കി ഇംഗ്ലീഷ് പഠിച്ചാലുള്ളതുപോലെ, അല്ലെങ്കിൽ ഒരു ഇംഗ്ലീഷുകാരൻ ഇംഗ്ലീഷിൽ രചിക്കപ്പെട്ട മലയാള ഭാഷാ സഹായികളിൽ നിന്നും മലയാളം പഠിച്ചാലുള്ളതുപോലെയായിരിക്കും ഗുരുസഹായം കൂടാതെ ഖുർആൻ വായന പഠിച്ചാലുള്ള അനുഭവം. സംഗീത രീതികൾ പുസ്തകത്തിൽ നിന്ന് മാത്രം പഠിച്ച് സംഗീതം പാടിയാലുള്ള കഥയും അങ്ങനെ തന്നെ. ഖുർആനാണെങ്കിൽ സാധാരണ അറബി ഗദ്യങ്ങളുടെ മാതിരിയോ പദ്യങ്ങളുടെ മാതിരിയോ ഉള്ള ഒന്നല്ല. അതിന് അതിൻ്റേതായ ഒരു പ്രത്യേക സ്വഭാവമാണുള്ളത്. അത് കവിതയല്ല, എന്നാലത് സാധാരണ രീതിയിലുള്ള ഗദ്യവുമല്ല. ആകയാൽ അതിന് അതിൻ്റേതായ വായനാ രീതിയും വായനാ നിയമവും ഉണ്ട്. ഖുർആൻ വായന ശരിപ്പെടുത്തുന്ന വിഷയത്തിൽ അടുത്ത കാലം വരെ പണ്ഡിതന്മാരും പാമരന്മാരും അടക്കം പിൽക്കാല മുസ്ലിംകൾ പൊതുവിൽ കുറേ അതിരുകവിഞ്ഞു പോയിരുന്നു. അതേസമയത്ത് അതിൻ്റെ അർത്ഥവും ആശയവും പഠിപ്പിക്കുകയും ചെയ്യുന്നതിൽ അവർ വളരെ അമാന്തം കാണിച്ചിരുന്നുവെന്നതും ഒരു പരമാർത്ഥമത്രേ. അവരുടെ ശ്രമം മുഴുക്കെ ഉച്ചാരണത്തിലും വായനാശൈലിയിലും മാത്രം കേന്ദ്രീകരിക്കുകയാണ് ചെയ്തത്. ഖുർആനോടുള്ള തങ്ങളുടെ കടമ അതോടെ അവസാനിച്ചുവെന്നും മിക്കവരും കരുതി വശായി. ഇന്ന് കാര്യവിവരമുള്ള പണ്ഡിതന്മാർ പലരും ഇതിനെതിരിൽ ശബ്ദമുയർത്തിയും സമരം നടത്തിയും കൊണ്ടിരിക്കുകയാണ്. തൽഫലമായി ഒട്ടൊക്കെ ആളുകൾക്ക് ഖുർആൻ മനസ്സിലാക്കണമെന്ന ബോധം ഉണ്ടായി തുടങ്ങിയിട്ടുണ്ടെന്ന് പറയാം. അൽഹംദുലില്ലാ. നേരെ മറിച്ച് ഖുർആൻ്റെ അർത്ഥം അറിഞ്ഞാൽ മതി, അതിൻ്റെ വായനയും പാരായണ കാര്യവും എങ്ങനെയെങ്കിലും ആയിക്കൊള്ളട്ടെ എന്നൊരു നിലപാട് കൂടി അതോടൊപ്പം പലരിലും പ്രകടമായി കാണുന്നു. ഖുർആൻ ഗ്രഹിക്കുവാനുള്ള താൽപ്പര്യത്തിലും പരിശ്രമത്തിലും സ്വഹാബികൾ, താബിഊകൾ തുടങ്ങിയ മുൻഗാമികളെ കവച്ചു വയ്ക്കുന്ന ഒരൊറ്റ വ്യക്തിയും ഇന്നില്ല. അതിൻ്റെ പാരായണ മുറകളിലും വായന നന്നാക്കുന്നതിലും അവർ എത്രമാത്രം ശ്രദ്ധ പതിപ്പിച്ചിരുന്നുവെന്ന് മുകളിൽ വായിച്ച ഉദ്ധരണികളിൽ നിന്നും മറ്റും നല്ലപോലെ ഗ്രഹിക്കാമല്ലോ.